മച്ചന്മാരെ നമസ്കാരം. ഇടുക്കി ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാളിപ്പോയ ആദ്യത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിന് ശേഷം രണ്ടാമത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 68,500 കുറഞ്ഞ വെയിറ്റ് വീണ്ടും 70,500 വർക്കൗട്ട് മിക്കവാറും ദിവസങ്ങളിലും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഡയറ്റ് പൂർണ്ണമായിട്ട് കൺട്രോളിലായിരുന്നില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ഇത്രയും ഗെയിൻ ആയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വെയിറ്റ് 65 കിലോയിൽ എത്തുന്നത് വരെ ഈ ചലഞ്ച് തുടരും. എൻ്റെ കാര്യത്തിൽ വെയിറ്റ് കെട്ടുപൊട്ടിയ പട്ടം പോലെയാണ്, ഒരു കൺട്രോളും ഇല്ലാതെ കൂടിക്കൊണ്ടിരിക്കും. യാത്രകളും മറ്റുമായിട്ട് ഡയറ്റ് പൂർണ്ണമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. യാത്രകളിലാണെങ്കിലും നമ്മൾ മനസ്സ് വെച്ചാൽ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും വെയിറ്റ് ഇപ്രാവശ്യം 5 കിലോയോളം കുറയുന്നത് വരെ മിഷൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ വെയിറ്റ് വർക്കൗട്ടും കാർഡിയോയും ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടെ സ്ട്രിക്റ്റ് ഡയറ്റും ഫോളോ അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാരയുടെ ഉപയോഗം നിർത്തിയാൽ തന്നെ വെയിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിയും. എൻ്റെ അനുഭവത്തിൽ അത് വളരെ കറക്റ്റാണ്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് യാത്ര ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്തും നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മച്ചന്മാരെ, നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് വെയിറ്റ് കുറഞ്ഞില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ഡയറ്റും വർക്കൗട്ടും നിർത്തരുത്. റിസൾട്ട് വരുന്നിടം വരെ കണ്ടിന്യൂ ചെയ്തു പോവുക എന്നത് മാത്രമാണ് ഏക മാർഗം. പിന്നെ വ്യായാമം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക. മനുഷ്യനാണ്, ഭക്ഷണം കണ്ടാൽ ചിലപ്പോൾ കഴിച്ചു പോകും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത നേരത്തെ ഭക്ഷണത്തിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. ഹെവി ഫുഡിന് ശേഷം അടുത്ത നേരം ലഘുഭക്ഷണം കഴിക്കുക. ഒരു നേരം സലാഡൊക്കെ ആക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. 83-ൽ നിന്ന് 70-ലേക്ക് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നതിന് ആരോഗ്യ പ്രശ്നങ്ങൾ വേണ്ടി വന്നു. നിങ്ങൾക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ കാണുന്നവരൊന്ന് ഫോളോ ചെയ്ത് കൂടണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. നമ്മുടെ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.